പാലക്കാട് പെരിങ്ങോട്ടുകുറിശി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചികിത്സാ ധനസഹായ വിതരണവും അപകടത്തിൽ വലതുകൈ നഷ്ടപ്പെട്ടിട്ടും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പാർവതി ഗോപകുമാറിനെയും റവന്യൂ സർവീസിൽ നിന്നും വിരമിച്ച ദയ അഡ്മിൻ മെമ്പർ MG ആന്റണിയെയും ആദരിക്കുന്ന ചടങ്ങും നോർത്ത് പറവൂർ ക്വീൻസ് കൺവെൻഷൻ സെന്ററിൽ ദയ ചെയർമാൻ EB രമേശ് ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചടങ്ങിൽ വെച്ച് 9 നിർധന കുടുംബങ്ങളായിട്ടുള്ള നിർധന രോഗികൾക്ക് 1,45,000 രൂപയുടെ ധനസഹായം വിതരണം ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമാണ്. ദയയെ കണ്ടറിഞ്ഞ് ദയയുടെ പോസ്റ്റുകൾ നോക്കി മനസ്സിലാക്കി എനിക്ക് ദയയിൽ അംഗത്വം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദയയെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ് ആന്റണി സാർ. അദ്ദേഹം റവന്യൂക്കാരുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള സംഘടനയാണ് കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ആ സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. റവന്യൂക്കാരനായിട്ടുള്ള ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം, ഞാനൊരു റവന്യൂ കൂട്ടായ്മയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ആ കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം അത് വലിയൊരു ആത്മബന്ധമായിട്ട് വളരുകയുണ്ടായി. പിന്നീട് ദയയിലേക്ക് അദ്ദേഹം കടന്നു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആത്മബന്ധുക്കളായിട്ട് ഞങ്ങൾ മാറി. സോണൽ കൺവീനർ VS ജയപ്രകാശ് അധ്യക്ഷനായി. ആദരവിന് നന്ദി പറഞ്ഞ് പാർവതി ഗോപകുമാർ സംസാരിച്ചു. ദയയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയല്ലാന്നേ ഉള്ളൂ. ദയയുടെ ഓരോ കാര്യങ്ങളും പേരമ്മ പറഞ്ഞ് അല്ലെങ്കിൽ പേരപ്പം പറഞ്ഞ് അറിയാനുണ്ടായിരുന്നു. ധാരാളം എത്തിക്സ് ഉള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണെന്ന് ഇവർ ആദ്യം തൊട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവർ വീട്ടിൽ വന്ന് പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ കളിയാക്കും. പേരമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറയുമ്പോൾ ഞാൻ അവളോട് ചോദിക്കും, ഒരു ദയയുടെ കാര്യമാണോ എന്ന് ചോദിക്കും. കാര്യം പേരമ്മ അതേ പോസ്റ്റ് ഇടാറുള്ളൂ ഇപ്പോൾ. അങ്ങനെ എപ്പോഴും രമേശ് സാറിനെ കുറിച്ചും അജേഷ് മാഷിനെ കുറിച്ചും ഒക്കെ പേരമ്മ പറഞ്ഞ് ഇവരെയൊക്കെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളെ പോലെ അറിയാം. പിന്നീട് എല്ലാവർക്കും നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന അതിൻ്റെ റിസീവിങ് എൻഡിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാനൊരു നന്ദി പറയുകയാണ്. കാര്യം ഞാനും ഒരു വാക്വത്തിൽ നിന്നുകൊണ്ട് ഒരു സ്വയംഭൂവായിട്ട് ജീവിച്ച് വളർന്ന് എന്തെങ്കിലും നേടിയ ഒരാളല്ല. ഞാൻ എപ്പോഴും സമൂഹത്തിൻ്റെ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും റിസീവിങ് എൻഡിലായിട്ടുള്ള ഒരാളാണ്. ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നോട് വളരെയധികം സ്നേഹവും കാരുണ്യവും എനിക്ക് അർഹിക്കുന്നതിലപ്പുറം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. MJ ആന്റണിയും സംസാരിക്കുകയുണ്ടായി. എറണാകുളം ജില്ലയിൽ നിന്ന് അങ്ങ് തെക്ക് തിരുവനന്തപുരം വരെ നമ്മുടെ മെമ്പർമാർ ആയിക്കൊണ്ട് ഇത് വളർന്ന് കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഒരു സന്തോഷം, ഇന്നത്തെ ഈ ചടങ്ങിൽ നമുക്ക് പുതിയതായി ഒരു മെമ്പർ കൂടി കടന്നു വന്നിരിക്കുന്നു എന്ന സന്തോഷം കൂടിയുണ്ട്. അത് ടീം ദയ എറണാകുളത്തിൻ്റെ ഭാഗമായി തന്നെ പ്രിയപ്പെട്ട ഞങ്ങൾക്കൊക്കെ ഏറെ ബഹുമാന്യനായ റവന്യൂ സർവീസിൽ ഡെപ്യൂട്ടി തഹസിൽദാറായി റിട്ടയർ ചെയ്ത മറ്റൊരു റവന്യൂക്കാരൻ കൂടി ഈ ദയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് കടന്നു വരികയാണ്, ശ്രീ M. കുട്ടപ്പൻ സാർ. അങ്ങനെ ദയ വളരുകയാണ്, പടർന്ന് പന്തലിക്കുകയാണ്. ഇനി ഇത് കൂടുതൽ ശക്തമായി ദയ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ദയ ഭാരവാഹികളായ ശങ്കർജി കൊങ്ങാട്ട്, ഷൈനി രമേശ്, മോഹൻദാസ് മാസ്റ്റർ, ശശികുമാർ S. പിള്ള, KP ഉണ്ണികൃഷ്ണൻ, M. കുട്ടപ്പൻ, ഗോവിന്ദവാര്യർ, KR മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സഹായധന വിതരണവും ഗാനമേളയും സ്നേഹവിരുന്നും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.